ഹലോ, വെൽക്കം മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് തോറ്റതിന് മിസ്റ്റേക്ക് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഡിസ്കസിങ് ആണ് നമുക്ക് ഈ വീഡിയോ കൂടെ പറയുന്നത്. നമുക്ക് ഈ ഗോൾ വരാൻ കാരണം ഒരു ഗോൾ കീപ്പറാണെന്ന് നമുക്കറിയാം. സച്ചിൻ സുരേഷ് സേവ് ചെയ്ത് കൈ തട്ടി പോസ്റ്റിലോട്ട് കയറി അങ്ങനെ ഒരു ഗോള് കൺസീഡ് ചെയ്തു. അതാണ് ഫസ്റ്റ് നമുക്ക് സംഭവിച്ചത്. അതേപോലെ ഇപ്പം 10 കളി കഴിഞ്ഞാൽ 11 പോയിൻ്റേ നമുക്കുള്ളൂ. അതുപോലെ നമ്മുടെ ഹോം മാച്ചിലാണ് 6 കളി കഴിഞ്ഞിട്ട് 3 കളി മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ ഒരു സങ്കടമായ വാർത്തയാണ്. കഴിഞ്ഞ വർഷം വരെ ഹോം മാച്ചിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിൻസും നമുക്ക് നേടിയിട്ടുള്ളത്. ഇപ്പം ഹോം മാച്ചിൽ നമുക്ക് ആ വിജയില്ല. അത് കാരണം ഡിഫെൻഡിങ് ലാപ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഈ ഡിഫെൻഡിങ് ലാപ്സ് എന്നാണ് ചെയ്യാനുള്ളത് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. നല്ല വിന്നിങ് മെൻറ്റാലിറ്റി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടും. അറ്റാക്കിന് പോകുമ്പോൾ ഡിഫെൻസ് ഇല്ല, ഡിഫെൻസ് പോകുമ്പോൾ അറ്റാക്കില്ല. ആ ഒരു മെത്തേഡ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റണം. നമുക്കറിയാമല്ലോ, ചെന്നൈ കളിച്ചപ്പോൾ നമുക്ക് ബോൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ വിപിൻ മോഹനാണ് അറ്റാക്കിലോട്ട് ബോൾ എത്തിച്ചിടുന്നത്. അങ്ങനെ ഈ കളിയോട്ട് നമുക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വിപിൻ മോഹനെ കൂട്ടിക്കളഞ്ഞു. കാൾമറ്റിയും ഷാഹൽ ടവേറയും നമുക്ക് നല്ല വൃത്തിയായി പൂട്ടിയായിരുന്നു മിഡിൽ വെച്ച്. നമുക്ക് ബോൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, നോയ്ക്ക് ബോൾ കൊടുക്കാൻ പറ്റുന്നില്ല, ബോൾ കൺട്രോൾ കിട്ടുന്നില്ല, മിസ്പാസ്സായി പോകുന്നു. ഈ കളിയിൽ ഗോവയാണ് വിലയിരുത്തുന്നതെങ്കിൽ അവർ ഡിഫെൻഡിങ് ബാറ്റ്സ് അല്ല, അതാണ് അവരുടെ മെയിൻ നെടുപ്പൂന്ന് പറയുന്നത്. അവർക്ക് ഇന്നത്തെ കളി ഒരു പോയിന്റ് ആ ഒരു ശൈലിയിലാണ് അവർ കളിച്ചത്. അവർക്ക് ലക്ക് കാരണം എങ്ങനെയൊക്കെയാണ് അവർക്ക് ഒരു വിന്ന് കിട്ടും. ആ ഒരു വിന്ന് അവർക്ക് ഈ കളിയിൽ മസ്റ്റായിരുന്നു. എന്ത് പറഞ്ഞാൽ അവർ ഡിഫെൻഡിങ് പാർട്സ് സ്ട്രോങ് കാരണം മാത്രമാണ് അവർക്ക് ആ ഒരു 3 പോയിന്റ് അവർ കിട്ടിയത്. അല്ലെങ്കിൽ അവർക്ക് ആ പോയിന്റ് കിട്ടത്തില്ല. അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പൊസിഷൻ എടുത്തു നോക്കിയാൽ 58% ആയിരുന്നു, ഗോവയ്ക്ക് 42% ഉള്ളത്. അതുപോലെ പാസിംഗ് ആണെങ്കിൽ 485 കേരള ബ്ലാസ്റ്റേഴ്സിന്, ഗോവയ്ക്ക് 373. പാസിംഗ് ഏക്യൂറസിയും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് 82%, ഗോവയ്ക്ക് 72%. കോർണറും കേരള ബ്ലാസ്റ്റേഴ്സ് 4 കോർണറും, അവർക്ക് 2 കോർണറും. അതുപോലെ അടുത്ത കളി ബാംഗ്ലൂരിലുള്ള കളി. അങ്ങനെ ഈ കളി പുറത്തെടുത്താൽ എന്തായാലും കേരള തോക്കും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.